നമുക്കിന്നൊരു നോൺ സ്റ്റോപ്പ് ചിരിയുടെ കഥ കേട്ടാലോ. നോൺ സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിരി നിർത്താൻ പറ്റാണ്ട് ഒരു 2-3 മണിക്കൂർ, അത് കുറച്ച് ഓവറാവും, ഒരു മണിക്കൂർ നിർത്താണ്ട് ചിരിച്ചൊരു കഥ. ഇത് നടക്കുന്നത് 2014 കാലഘട്ടത്തിലാണ്. ഒരു ട്യൂഷൻ ക്ലാസ്സിലാണ് സംഭവം നടക്കുന്നത്. ഈ ട്യൂഷൻ ക്ലാസ് സ്ഥിതി ചെയ്യുന്നത് ഒരാളുടെ പറമ്പിലാണ്. അപ്പോൾ തൊട്ടപ്പം തന്നെ ആണ് ആളുടെ വീട്. ആളുടെ വീട്ടില് ഗിനിക്കോഴി ഇല്ലേ, ഇങ്ങനെ കൊള 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 എന്ന് സൗണ്ട് ഉണ്ടാക്കുന്ന ഒരു ഗിനിക്കോഴി. ആ കോഴി വളർത്തുന്ന ഒരു വീടായിരുന്നു. അപ്പൊ ഇതിനെ ഈവനിങ് ആവുമ്പോൾ ഇതിനെ അയച്ചിടും. അപ്പൊ ഇതൊക്കെ ട്യൂഷൻ ക്ലാസ്സിന്റെ അപ്പുറത്ത് തന്നെ ഒരു കുളമുണ്ട്. അതിന്റെ സൈഡിലൊക്കെ ആയിട്ടാണ് ഇതിങ്ങനെ ചിക്കിപ്പരത്തി ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ സൗണ്ടൊക്കെ ഉണ്ടാക്കി നടക്കാം. ട്യൂഷൻ ക്ലാസ് എന്ന് പറയുന്നത് താഴെ ഒരു ബിൽഡിംഗ്, മേലെ അപ്പൊ താഴെ 10ാം ക്ലാസ് ആയിരിക്കും, മേലെ 9ാം ക്ലാസ് ആയിരിക്കും. അപ്പൊ മേലത്തെ ഫ്ലോർ എന്ന് പറയുന്നത് ജസ്റ്റ് ഷീറ്റ് ഇട്ടിട്ട് ഗ്രില്ല് പോലെയാണ്. ഓപ്പൺ, ഒരു ഹാഫ് ഓപ്പൺ എന്നൊക്കെ പറയില്ലേ, അതുപോലെ. അപ്പൊ ഗ്രില്ലിൽ ചാരിയിട്ടാണ് സ്റ്റുഡൻസ് ഒക്കെ ഇരിക്കാം. അപ്പൊ ട്യൂഷൻ ചേട്ടൻ ഇങ്ങനെ നടുക്കിൽ കസാരിട്ടിട്ട് വലിയ വടിയൊക്കെ പിടിച്ചിട്ട്, ഭയങ്കര ടെറർ മനുഷ്യനായിരുന്നു, വലിയ വടിയൊക്കെ പിടിച്ചിട്ട് ആളവിടെ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് ആള് ബയോളജിയിൽ എന്തോ ആണ് ക്ലാസ് എടുത്തത്. എന്നിട്ട് സീരിയസ് ആയിട്ട് ക്ലാസ് എടുക്കുക. ഈ ട്യൂഷൻ ചേട്ടനെ ഈ സ്റ്റുഡൻസിനൊക്കെ ഭയങ്കര പേടിയാണ്, കാരണം നല്ല അടി അടിക്കുമായിരുന്നു ആളൊരു സീരിയസ് ആയിട്ട് ബയോളജി ക്ലാസ് എടുക്കാം. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ട്സുമാണ് കഥയിലെ നായകന്മാര്. ഞാനിങ്ങനെ നടുക്കിരിക്കുന്നു, ഇവിടെ എൻ്റെ ഒരു ഫ്രണ്ട് ഇരിക്കുന്നു, ഇപ്പുറത്തെ എൻ്റെ ഒരു ഫ്രണ്ട് ഇരിക്കുന്നു. അങ്ങനെ സീരിയസ് ആയിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ക്ലാസ്സൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കെ ഈ ഗിനിക്കോഴി സൗണ്ട് ഉണ്ടാക്കിയിട്ട് സൈഡിലൂടെ പോയി. ഈ സൗണ്ട് കേട്ടത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. എനിക്കങ്ങ് ചിരിവള്ളി പൊട്ടി. പക്ഷെ ഉറക്കനെ ചിരിക്കാൻ പറ്റില്ലല്ലോ, ക്ലാസ് എടുത്തോണ്ടിരിക്കല്ലേ. ഞാനിങ്ങനെ അടക്കി പിടിച്ച് ചിരിച്ചു. എൻ്റെ അടക്കി പിടിക്കുന്ന ചിരി കേട്ടിട്ട് എൻ്റെ ഇപ്പുറത്തിരിക്കുന്ന ഫ്രണ്ടിന് ചിരി തുടങ്ങി. ഇവളുടെ ചിരി ഒന്ന് അവസാനിക്കുമ്പോഴായിരിക്കും ഇവള് ചിരിച്ചു തുടങ്ങാം. ഞങ്ങൾ ചിരിക്കുമ്പോഴല്ലോ ഈ ഗ്രില്ല് ഇങ്ങനെ കിടന്ന് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അപ്പുറത്തുള്ള കുട്ടികളൊക്കെ നോക്കുന്നത് എന്തിനാ ഗ്രില്ല് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നത്. പക്ഷെ ഉറക്കനെ ചിരിക്കാനും പറ്റില്ല, എന്നാൽ ചിരി നിർത്താനും പറ്റുന്നില്ല. ഇവളിന്ന് ചിരിച്ച് അടങ്ങുമ്പോഴായിരിക്കും ഞാനൊന്ന് ഇങ്ങനെ അടങ്ങാന്ന് വിചാരിക്കുമ്പോൾ ഇവള് തുടങ്ങും. ഈ നടുക്ക് നിന്ന് എനിക്ക് മാത്രം ചിരി നിർത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഒരു കണ്ടിന്യൂസ് ഒരു 1 അവറോളം ഞങ്ങൾ അങ്ങനെ അടക്കി പിടിച്ച് ചിരിച്ചു കിടന്നു. ലാസ്റ്റ് ചേട്ടൻ എന്തോ പറഞ്ഞ ആർക്കും അടി കൊടുക്കുന്നത് കേട്ടപ്പോഴാണ് ഞങ്ങൾ പേടിച്ചൊരു ബോധാവസ്ഥയിലോട്ട് വന്നത്. അതുവരെ ചിരിയോട്ട് ചിരിയായിരുന്നു.